ഭയങ്കര ഫീലോട് കൂടിയാണ് ബിനുചേട്ടൻ പാടുന്നത്. അതായത് ബിനുചേട്ടന് ഒരു നഷ്ടപ്രണയം ഉണ്ട് മനസ്സിലാതിങ്ങനെ ഒന്നല്ലേ കർത്താവേ. ഇല്ല, നഷ്ടപ്രണയങ്ങൾ അതായത് ഭയങ്കരമായിട്ട് ബിനുചേട്ടനെ ഫീൽ ചെയ്യിപ്പിച്ച ഒരു നഷ്ടപ്രണയമുണ്ടോ? കുറെ ചിലപ്പോ ഉണ്ടാവുമായിരിക്കും. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇല്ല, കാരണം എന്റെ സൗന്ദര്യത്തെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് അങ്ങനെ ഞാൻ അത്രയ്ക്ക് സൗന്ദര്യവാനായിരുന്നു. പിന്നെ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പം അവിടുത്തെ മെയിൻ കലാകാരനായതുകൊണ്ട് ഇഷ്ടം കൊണ്ടല്ല, പ്രശ്നം എന്താണെന്ന് അറിയുമോ, നമ്മളെ വാച്ച് ചെയ്യാൻ ആളുകളുണ്ടാവും. ശ്വാസിക ഒരു സ്ഥലത്ത് ചെല്ലുക, ഒരു ഇനാഗ്രേഷൻ എന്ന് നിൽക്കുക. അപ്പം ഇവിടെ ഭയങ്കര അതീവ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു. നമ്മൾ നോട്ടത്തിൽ ഇങ്ങനെ കണ്ടു, പക്ഷേ നമ്മുടെ മനസ്സങ്ങോട്ട് നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരുപാട് പേര് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാൻ പറ്റില്ല. ശരിയല്ലേ? എന്ന് പറഞ്ഞ പോലെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ സ്കൂളിന്റെ കലാകാരനായതുകൊണ്ട് നമുക്ക് തീരെ അലമ്പാൻ പറ്റില്ല. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ അലമ്പം കിടന്നിങ്ങനെ അലമ്പിക്കൊണ്ടിരിക്കുക, പക്ഷെ പുറത്തേക്ക് ചാടിക്കാൻ പറ്റുന്നില്ലാത്തൊരു സാഹചര്യം. അപ്പം അങ്ങനെ ആയതുകൊണ്ട് നമുക്കങ്ങനെ പിന്നെ ഒറ്റ നോട്ടത്തിൽ പ്രണയിക്കാൻ പറ്റിയ സൗന്ദര്യമൊന്നും ആയിരുന്നില്ലല്ലോ എനിക്ക്. അപ്പൊ അങ്ങനെ വലിയ കാര്യമായിട്ട് വന്നിട്ടില്ല. ഇല്ല. അപ്പൊ ഈ പാട്ട് പാടുമ്പോ ഉള്ള ഒരു പ്രണയം നമ്മുടെ ഉള്ളിലൊരു വലിയ കലാകാരനല്ല, ഒരു പ്രണയമുള്ള പ്രണയം ഉണ്ടെങ്കിലാണ് എല്ലാം ഉള്ളൂ. ഇപ്പം ഒരു കാമുകന്റെ കൂടെ ഒരു ലവ് സീൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പ്രണയം ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഉള്ളില് പ്രണയം ചിലവർ ഓടി നടന്ന് പ്രണയിക്കുന്നവരുണ്ട്. എന്നെ ചൂണ്ടി പറഞ്ഞത് ഞാൻ എന്റെ ഹസ്ബൻഡിനെ പ്രണയിച്ചോണ്ടേ ഇരിക്കല്ലേ. ഒരു അമ്പലത്തിൽ പോകുമ്പോ പുള്ളി സൈക്കിളിൽ ഓട്ടി ഒന്ന് പ്രേമലേഖനമൊക്കെ കൊടുക്കും. പിന്നെ ഈ അടുത്ത കാലം കൂടെ പുള്ളിയുടെ ആങ്ങളെ പുള്ളിനെ പൂരം ഇടിയിടിച്ചാലേ അല്ല ഞങ്ങള് ഇപ്പൊ തന്നെ പറഞ്ഞേ ഈ ഷോയ്ക്ക് പോകുമ്പോ ഞങ്ങൾ ഒരുമിച്ച് പോകണമെന്ന് പറഞ്ഞ ഞങ്ങൾക്ക് എന്ന് ഹണിമൂണല്ലേ, പിന്നെ എന്തോന്നു. വെരി ലക്കി അല്ലേ ബിനുചേട്ടാ, ഇത് കാണുമ്പോ കൊതിയാവുന്നില്ലേ? ഞാൻ കൊതിച്ചിട്ട് തന്നെ കാര്യം. അയ്യോ അല്ല, ഞാനതല്ല ഉദ്ദേശിച്ചേ, വേറെ കാര്യം ഉദ്ദേശിച്ചേ. ബിനുചേട്ടൻ ഉദ്ദേശിച്ച ബിനുചേട്ടന്റെ കൊതി വേറെ, ഇത് ഇവരുടെ കൊതി വേറെ, എന്റെ കൊതി വേറെ. അയ്യോ, ബിനുചേട്ടന്റെ മിമിക്രി എങ്ങനെയാണ് ഇപ്പം? ഇപ്പൊ എപ്പോഴെങ്കിലും ഈ അനുകരണം പൊടി തട്ടിയെടുക്കാറുണ്ടോ? മിമിക്രി ഇല്ല, ഇപ്പൊ എല്ലാം മറന്നുപോയി സത്യം പറഞ്ഞ. ആണോ? ശ്രീനിവാസൻ ചേട്ടനൊക്കെ എപ്പോഴും ചെയ്യുന്നോണ്ടിരുന്ന ചെയ്യാറുന്നു. കാണിക്കാമോ? കാണിക്കാം. അമ്മാമയെ കിടിലം കൊള്ളിക്കുന്ന ഒരു പരമരഹസ്യം പോക്കറ്റിലിട്ട് അമ്മാനമാടിക്കൊണ്ടാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത്. എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങളായിരുന്നു. പഴം പുഴുങ്ങി വെച്ചിരിക്കുക, കോഴിയെ ഓടിച്ചിട്ട് മുട്ടയിടിക്കുക, ആ കോഴിയുടെ പരിപ്പിളെ കാണും, രാധ ഓർഡർ നിൽക്കൂ രാധ. കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. വെള്ളാരം കല്ലുകൾ ഒരുകുന്ന ഒരു വേനൽ പകലിൽ ഗോളിയറിലെത്തിച്ചു. ഗോളിയർ, നെയ്യാറ്റാൻസിൻ്റെ ഗോളിയർ. ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ചെന്ന് കയറിയത് ഒരു പഴയ സിംഹത്തിൻ്റെ മടയിൽ. ഗുരുവിൻ്റെ കബറിൽ ഒരു പിടി പച്ചമണ്ണ് വാരിയിട്ട് യാത്ര തുടർന്നു. ഇന്നും തീരാത്ത പ്രവാസം. സബരോങ്കി സിന്ദഗി ജോ കബി നഹി കദം ഖോ ജാതി. നേരാണോ? എന്ത് ഓക്കെ ആയോ? ഓക്കെ, ഡബിൾ ഓക്കെ. ഓക്കെ ഓക്കെ, സൂപ്പർ. സൂപ്പർ, ശരിക്കും വിശ്വസിക്കേ, നിങ്ങളത് വിശ്വസിക്കും. ഞങ്ങളെ ഇത് കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും പരിപാടിക്കൊക്കെ വിളിക്കട്ടോ. ഞാൻ പറഞ്ഞതല്ല, ഇത് ഇവരൊക്കെ പറഞ്ഞു ശരിയാന്ന്. അതെ, അതുകൊണ്ട് ഞങ്ങളുടെ വാക്കിൽ ധൈര്യമായിട്ട് ബിനുചേട്ടന്റെ പരിപാടി ബുക്ക് ചെയ്തോളൂ.